അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, എല്ലാവർക്കും മജ്ലിസുൽ ഈമാനിലേക്ക് സ്വാഗതം. പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ മനോഹരമായ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം ദിക്റുകൾ ചൊല്ലേണ്ട, സ്വലാത്തുകൾ ചൊല്ലേണ്ട, ദുആ ഇരക്കേണ്ട സമയമാണ്. പ്രാർത്ഥനക്ക് ഉത്തരമുള്ള സമയമാണ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. എല്ലാ വേദനകളിൽ നിന്നും അള്ളാഹു മനസമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ രോഗങ്ങൾക്കും വേദനകൾക്കും ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും കടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു ജീവിതത്തിൽ വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ മജ്ലിസിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി നമ്മുടെ ദിക്റുകൾ കൂടെ ചൊല്ലണം. ദുആ ഇരക്കുന്ന സമയത്ത് ആമീൻ പറയണം, ആമീൻ എന്ന് കമന്റ് ചെയ്യണം. അള്ളാഹു സ്വീകരിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ മനസ്സിലുണ്ടെങ്കിൽ അത് മനസ്സിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് ദുആ ഇരക്കുന്ന സമയത്ത് ആത്മാർത്ഥതയോടുകൂടെ എൻ്റെ പ്രശ്നങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്ന പ്രതീക്ഷയോടുകൂടെ നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. അവസാനം വരെ എല്ലാവരും കൂടെ ഉണ്ടാവണം. അള്ളാഹു ഖബൂലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ദിക്റിന്റെ മജ്ലിസ് ആരംഭിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ മനസ്സിൽ നിന്നോടുള്ള ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. വളരെ ഭക്തിയോടുകൂടെ ഈ മജ്ലിസിൽ പങ്കെടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അല്ലാഹുവേ, മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അതെല്ലാം ഖൈറിലാക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളിൽ നിന്ന് സമാധാനം നൽകണേ അല്ലാഹ്. ധാരാളം ദിക്റുകൾ ചൊല്ലാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മരണം വരെ നിനക്കുള്ള ആരാധനകളിലായി, ദിക്റുകളിലായി, സ്വലാത്തുകളിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ അവസാനം വരെ ശൈത്താന്റെ പ്രയാസങ്ങളില്ലാതെ മുഴുവനായിട്ടും പങ്കെടുക്കാൻ ഞങ്ങൾക്ക് മനസ്സ് നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, നമ്മൾ ആദ്യമായി ഹബീബായ മുത്തുനബിയുടെ പേരിൽ 3 ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുകയാണ്. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
الضالين آمين. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ സൂറത്തിന്റെ സവാബിനെ ഞങ്ങളുടെ ചങ്കിലെ ചോരയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ എത്തിക്കണേ അല്ലാ. അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. മരണം വരെ ഹബീബിന്റെ ചാരത്ത് ചെന്ന് സലാം പറയാനുള്ള ആ ആഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ നിറച്ചു നൽകണേ അല്ലാ. മരിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നാളെ പാരത്രീക ലോകത്ത് ഹബീബായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മുത്തുനബിയുടെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. സ്വർഗത്തിൽ വെച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട നബിയെ കൺകുളിർക്ക് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ആ ഹബീബായ മുത്തുനബിയുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് മനസമാധാനം നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, നമ്മൾ ഇനി ചൊല്ലുന്നത് സ്വർഗത്തിലെ നിധിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ദിക്റാണ്. എല്ലാവരും കൂടെ ചൊല്ലുക ആത്മാർത്ഥതയോടുകൂടെ. ദുനിയാവിലാണ് നമുക്ക് ആ സ്വർഗം കിട്ടുന്നത്, ആ സ്വർഗത്തിലെ നിധി കിട്ടുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. لا حول ولا قوة إلا بالله 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 لا حول ولا قوة إلا بالله. സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ചൊല്ലിയ ദിക്റിനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കള്, ഭർത്താക്കന്മാർ, ഭാര്യമാർ, അങ്ങനെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലാ. അവരുടെ ഖബറിന്റെ ഉള്ളിലെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല. റഹ്മാനെ, കാവല് നൽകണേ അല്ലാ. അവരുടെ ഖബറുകളെ സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. അല്ലാഹുവേ, നാളെ ഞങ്ങളും ഖബറിലാണ്. ഖബറിലെ ഹിസാബ് എളുപ്പമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധമായ ഞങ്ങൾ ചൊല്ലിയ ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പറഞ്ഞതനുസരിക്കുന്ന ദീനുള്ള നിസ്കരിക്കുന്ന ഖുർആൻ ഓതുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്കിടയിൽ സ്നേഹബന്ധം നിലനിർത്തണേ അല്ലാ. കുടുംബ ബന്ധങ്ങളിൽ ഐക്യം ഊട്ടി ഉറപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. ശിഫാ നൽകണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാ. വരുമാനത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, കടങ്ങൾ ഒരുപാടുണ്ട്, കൊടുത്തു വീട്ടാൻ നിന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നൽകണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് ഇസ്തിഗ്ഫാറാണ്. ഏതൊരു മജ്ലിസിലും വളരെ പ്രധാനമായിട്ട് നാം ചൊല്ലേണ്ട, ജീവിതത്തിൽ പതിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്നത്. എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരായ ഹബീബായ മുത്തുനബി വരെ ഇസ്തിഗ്ഫാർ പതിവാക്കിയിരുന്നു. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ.
أستغفر الله العظيم 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 സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ ഞങ്ങൾ ചൊല്ലിയ പരിശുദ്ധമായ ഇസ്തിഗ്ഫാറിനെ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. അറിഞ്ഞു ചെയ്തതുണ്ട്, അറിയാതെ ചെയ്തതുണ്ട്, രഹസ്യമായി ചെയ്തതുണ്ട്, പരസ്യമായി ചെയ്തതുണ്ട്. മാപ്പ് നൽകണേ അല്ലാ. നിന്റെ മാപ്പില്ലെങ്കിൽ ഞങ്ങളൊന്നുമല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളോട് ദേഷ്യപ്പെടല്ല അല്ലാ, ഞങ്ങളോട് കോപിക്കല്ല അല്ലാ. റഹ്മാനേ, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. പടച്ചവനെ, ഈ ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ മുറാദുകളും സഫലീകരിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങൾ ശിഫാ നൽകണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ. രോഗിയായി നരകിച്ചുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. ആത്മാർത്ഥതയോടുകൂടെ എല്ലാ ദിവസവും നിസ്കരിക്കാൻ, നിന്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് മനസ്സ് നൽകണേ അല്ലാ. ഇസ്തിഗ്ഫാർ പതിവാക്കുന്ന മഹാ ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് പരിശുദ്ധ ഖുർആനിലെ മനോഹരമായിട്ടുള്ള ഒരു ദിക്റാണ്. മനസ്സിന്റെ ഉള്ളിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു പരിഹാരം നൽകിയിട്ട് മനസമാധാനത്തോടെ ജീവിക്കാൻ, സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതാണ്. എത്ര ചെറിയ വരുമാനമാണെങ്കിലും മനസ്സിൽ സമാധാനം വേണം. എത്ര ചെറിയ കുടുംബമാണെങ്കിലും മനസ്സിൽ സമാധാനം വേണം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. سلام قولا من رب رحيم 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 سلام قولا من رب رحيم. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. പാപികളാണ്, ദോഷികളാണ് അല്ലാ. ഈ മഹത്താകുന്ന ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, സമ്പത്ത് നൽകണേ അല്ലാ, മക്കളെ നന്നാക്കണേ അല്ലാ, കുടുംബത്തിൽ ഐക്യം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഖൈറായ മുറാദുകളൊക്കെ സഫലീകരിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, സ്നേഹത്തോടെ ഒരുമയോടെ ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, നിങ്ങൾ നിന്റെ മുമ്പിൽ ഉയർത്തിയ കരങ്ങളെ തട്ടിക്കളയല്ല അല്ലാ. ഞങ്ങൾക്കൊന്നിനും കഴിവില്ല റഹ്മാനേ. നിന്റെ ആശ്രയത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, നിന്റെ സഹായത്തിലാണ്, നിന്റെ കരുണയിലാണ് റഹ്മാനേ. ഞങ്ങളെ സഹായിക്കണേ അല്ലാ, ഞങ്ങൾക്ക് മനസമാധാനം നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് ഹബീബായ മുത്തുനബിയുടെ പേരിൽ കുറച്ച് സ്വലാത്തുകളാണ്.
അള്ളാഹു കബൂലാക്കട്ടെ. ഹബീബായ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. മരിക്കുന്ന സമയത്ത് മുത്തുനബിയുടെ ഫോട്ടോ കണ്ട് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗപ്പൂങ്കാവനമാക്കി തരട്ടെ. നാളെ പാരത്രീക ലോകത്ത് ശഫാഅത്ത് ലഭിക്കുന്നവരിൽ, അതുപോലെ സ്വർഗത്തിൽ മുത്തുനബിയെ കാണുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഖബൂലാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 സല്ലല്ലാഹു على محمد صلى الله عليه وسلم. صلى الله 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 على محمد صلى الله عليه وسلم. സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഹബീബായ മുത്തുനബിയുടെ പേരിൽ ചൊല്ലിയ സ്വലാത്താണ് ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. അതിൻ്റെ സവാബിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹൃദയത്തിൻ്റെ കവലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആ തിരുറൗളയിൽ ചെന്ന് സലാം പറയാൻ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ഹൃദയം പൊട്ടിപ്പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ആ ഹബീബിന്റെ പൂമദീന ഒന്ന് കൺകുളിർക്കെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങളുടെ വലിയ അഭിലാഷമാണ് ഞങ്ങളുടെ ഹബീബിനെ കണ്ട മദീനയൊന്ന് കാണാൻ, ആ കഅബയൊന്ന് കൺകുളിർക്കെ കാണാൻ, ആ പരിശുദ്ധ ഹറമിൽ പോയി മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അല്ലാഹുവേ ഞങ്ങളുടെ ഈ മഹത്തായ സ്വപ്നങ്ങൾ സഫലീകരിച്ച് തരണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നാളെ മുത്തുനബിയുടെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മഹ്ശറയിൽ വെച്ച് ഞങ്ങളെ പരാജയപ്പെടുത്തല്ല അല്ലാഹ്. ഞങ്ങൾക്ക് നിന്റെ കാവല് നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുന്ന മനോഹരമായ ചരിത്രമുള്ള യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. ഏതൊക്കെ ബുദ്ധിമുട്ടിലാണോ നമ്മൾ പെട്ടുപോയിരിക്കുന്നത് അത് മനസ്സിലിങ്ങനെ ഉദ്ദേശിച്ചിട്ട്, പടച്ചോനെ ഞാൻ വലിയ രോഗത്തിലാണ്, ക്യാൻസറാണ്, അറ്റാക്കാണ്, ഷുഗറാണ്, അത് മനസ്സിലിങ്ങനെ കരുതുക. ശമനം നൽകണേ അള്ളാഹ്. മക്കളെ നന്നാക്കി തരണേ അള്ളാഹ്. നമ്മുടെ കമന്റിൽ ധാരാളം ആളുകൾ മക്കളുടെ ദുസ്വഭാവങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഭാര്യയുടെ, ഭർത്താവിൻ്റെ, കുടുംബങ്ങളുടെ, അതുപോലെ തന്നെ അസുഖമുള്ള ആളുകൾ, പല ആഗ്രഹങ്ങളുമുള്ള ആളുകൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമായി ജീവിക്കുന്നവരാണ്. എന്ത് പ്രശ്നമാവട്ടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു അതിനുള്ള ഉത്തരം നൽകും. അതിനെന്താണോ പരിഹാരം വളരെ പെട്ടെന്ന് തന്നെ കാണിച്ചു തരും.
മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു രക്ഷപ്പെടുത്തിയത് ആ യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ഉള്ളിലുള്ള ആത്മാർത്ഥതയാണ്. എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് തോന്നിയപ്പോഴും അള്ളാഹു എന്നെ സഹായിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം അള്ളാഹു രക്ഷപ്പെടുത്തി. നമുക്ക് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും അള്ളാഹു കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. സ്വീകരിക്കണേ അല്ലോ, ഖബൂലാക്കണേ അല്ലോ. പടച്ചവനെ, ഞങ്ങളുടെ ദിക്റിന്റെ പകരമായി ഞങ്ങളുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകണേ അല്ലാ. അല്ലാഹുവേ, മഹാനായ യൂനുസ് നബിയുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണേ അല്ലാ. കടങ്ങളുള്ളവരുണ്ട്, വീട്ടാനുള്ള വക നൽകണേ അല്ലാ. അല്ലാഹുവേ, കൊടുത്ത കടം കിട്ടാനുള്ളവരുണ്ട്, അത് തരാൻ മറ്റുള്ളവർക്ക് കൊടുത്തവർക്ക് മനസ്സ് നൽകണേ അല്ലാ. അതിനുള്ള സമ്പത്ത് അവരുടെ കൈകളിൽ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, ജോലിയില്ലാത്തവർ ഇവരുണ്ട്, അർഹമായ ജോലി നൽകണേ അല്ലാ. അല്ലാഹുവേ, ഉള്ള ജോലിയിൽ തന്നെ വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്, മനസമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, വലിയ മാരക രോഗങ്ങളിൽ പെട്ടുപോയവരുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, നിന്റെ കാവലല്ലാതെ മറ്റൊരു കാവലും ഞങ്ങൾക്കില്ല. ഏത് പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിവുള്ള നാഥ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. മനസമാധാനത്തോടെ കുടുംബത്തിനിടയിൽ ആരോഗ്യത്തോടെ ധാരാളം വർഷങ്ങൾ ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ഇനി ചൊല്ലുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ പ്രാർത്ഥനയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ പ്രാർത്ഥന കാവലാണെന്നാണ് മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. حسبنا الله ونعم الوكيل. 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 حسبنا الله ونعم الوكيل.
അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് നാഥാ. ഞങ്ങളുടെ എല്ലാ പ്ലാനുകളും നടത്തി തരണേ അല്ലാ. വീട് പണി മുന്നിലുള്ളവരുണ്ട്, സ്ഥലം വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്, മക്കളുടെ കല്യാണം മുന്നിലുള്ളവരുണ്ട്, മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ ചിലവ് മുന്നിലുള്ളവരുണ്ട്. റഹ്മാനേ, ഞങ്ങൾ ഒരുപാട് പ്ലാനുകളുമായി സ്വപ്നങ്ങളുമായി ജീവിക്കുന്നവരാണ്. നിന്റെ സഹായമില്ലാതെ ഒരടി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല നാഥാ. റഹ്മാനേ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരണേ അല്ലാ. ഞങ്ങളുടെ സ്വപ്നങ്ങളെ സഫലീകരിച്ചു തരണേ അല്ലാ. അതിന് ഞങ്ങളെ കൂടണേ അല്ലാ. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങളെ ചെയ്യാം. ബാക്കി അല്ലാ, നീ ഞങ്ങളുടെ കൂടെ നിൽക്കണേ അല്ലാ. നീ ഞങ്ങളുടെ കൂടെ നിൽക്കണേ അല്ലാ. അല്ലാഹുവേ, നീ ഇല്ലാതെ ഒരു രോഗങ്ങൾ കൊണ്ടും ഞങ്ങൾക്ക് ശിഫയാക്കാൻ കഴിയില്ല. ഒരു ജലദോഷം പോലും ഞങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. ഒരു രൂപ പോലും ഞങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയില്ല. ഒരു തവണ പോലും ഞങ്ങൾക്ക് ശ്വാസമെടുക്കാൻ കഴിയില്ല നാഥാ. രോഗം ഞങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാ. കടങ്ങളിൽ നിന്ന് മോചനം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. പരിശുദ്ധമായ ഈ മുഹറം മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അഫ്ളലു ദിക്റാണ്. ദിക്റുകളുടെ രാജാവായ സുൽത്താനായ ഒരു ദിക്ർ. ഏത് ഘട്ടത്തിലും നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട, അവസാന നിമിഷം ആ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് പിരിഞ്ഞു പോകുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്ർ. അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ ഔലിയാക്കളായ ആളുകളൊക്കെ മരിക്കുന്ന സമയത്ത് ചൊല്ലാൻ കൊതിച്ച ദിക്ർ, നാവിലൊന്ന് വന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ദിക്ർ, അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ച് നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കുന്ന ദിക്ർ അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ ദിക്റെങ്ങാനും പറഞ്ഞിട്ടൊരു മനുഷ്യൻ റബ്ബിന്റെ മുമ്പിൽ കൈമലർത്തി കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ ഉത്തരം തട്ടിക്കളയില്ല എന്നാണ് മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, ആ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു 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 ലാ ഇലാഹ إلا الله لا إله 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 إلا الله. അർഹമുർറഹീമായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ചൊല്ലിയ പരിശുദ്ധമായ ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഖൈറുള്ള മരണം നൽകണേ അല്ലാഹ്. റാഹത്തുള്ള ഈമാനുള്ള മരണം നൽകണേ അല്ലാഹ്. അവസാനമായി കണ്ണടക്കുന്ന സമയത്ത് ഈ ദിക്ർ ചൊല്ലിയിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, നാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ദിക്റാണല്ലോ അല്ലാഹ്. ഈ ദിക്റിന്റെ പവർ കൊണ്ട് ഞങ്ങളെ നാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഭീകരത നിറഞ്ഞ, കൂരിരുട്ട് നിറഞ്ഞ, പരീക്ഷണങ്ങൾ നിറഞ്ഞ ഖബറിന്റെ ഉള്ളിൽ ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ല അല്ലാഹ്. ആ ഖബറിൽ ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ്. ഈമാനുള്ള ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്.
പ്രിയമുള്ളവരെ, ഇനി നമ്മൾ പാരായണം ചെയ്യുന്നത് അള്ളാഹുവിനോട് നന്ദി സൂചകമായിട്ടുള്ള ഹംദിന്റെ ദിക്റാണ്. അള്ളാഹു ഖബൂലാക്കട്ടെ. അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ കുടുംബം, നമ്മുടെ ആരോഗ്യം, നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് അവയവങ്ങൾ, ഇതെല്ലാം കൃത്യമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുമുള്ള കുടുംബം, നമ്മുടെ മക്കൾ, നാം ആഗ്രഹിക്കുന്നത് പലതും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ പേരിൽ നന്ദിയുള്ളവനായിരിക്കണം ഒരടിമ. അള്ളാഹു ഖബൂലാക്കട്ടെ, അള്ളാഹു ഖബൂലാക്കട്ടെ. എത്രത്തോളം നന്ദിയുള്ളവനാകുന്നോ അത്രത്തോളം അവനക്ക് അള്ളാഹു നൽകുന്ന നിഅമത്ത് വർദ്ധിപ്പിച്ചു തരുമെന്നാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹു നമുക്ക് എന്തെങ്കിലും ചോദിക്കുന്നതിന്റെ മുമ്പ്, അള്ളാഹുവിനോട് എന്തെങ്കിലും ആഗ്രഹം പറയുന്നതിന്റെ മുമ്പ് അള്ളാഹുവിനോട് ചെയ്തു തന്ന കാര്യങ്ങൾക്ക് നന്ദിയുള്ളവനാവണം, ശുക്റുള്ളവനാവണം. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നന്ദിയുള്ളവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നന്ദിയുള്ള നല്ല അടിമകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് ഒരുപാട് ഖൈർ നൽകിയിട്ടുണ്ടല്ലോ, മക്കളെ തന്നിട്ടുണ്ടല്ലോ, ഇത്രയും കാലം ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള തൗഫീഖ് തന്നിട്ടുണ്ടല്ലോ. അല്ലാഹുവേ, വീട് തന്നിട്ടുണ്ട്, കൈകാലുകൾ തന്നിട്ടുണ്ട്, കാഴ്ചയുള്ള കണ്ണ്, കാത്, മൂക്ക്, അങ്ങനെ ഞങ്ങളുടെ ആരോഗ്യമൊക്കെ നീ തന്നതാണ്. അൽഹംദുലില്ലാഹ്. ഞങ്ങൾക്ക് നിന്നോട് നന്ദിയുള്ളവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്, മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് പറയുന്ന ദിക്റാണ്. അള്ളാഹു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആ ആഗ്രഹങ്ങളൊക്കെ നൽകുന്നത് അള്ളാഹുവിന്റെ ഒരു ക്വാളിറ്റിയാണ്. അള്ളാഹു നമുക്ക് നൽകുന്നവനാണ്. എന്ത് കാര്യങ്ങളും അള്ളാഹുവിന്റെ കാരുണ്യമാണ്. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. يا رحمن يا الله 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 يا رحمن يا الله. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാ, ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാ. മരണം വരെ നിസ്കരിക്കാൻ, ഖുർആൻ ഓതാൻ, ദിക്റുകൾ ചൊല്ലാൻ, സ്വലാത്തുകൾ ചൊല്ലാൻ ഞങ്ങളുടെ മനസ്സിന് വല്ലാത്ത ഒരു ഭാഗ്യം നൽകണേ അല്ലാ. അതിനുള്ള തോന്നൽ നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അല്ലാഹുവിന്റെ അതിമഹത്തായ ഒരു ഇസ്മാണ്. നമുക്ക് മാത്രം, ലോകത്തുള്ള കോടാനുകോടി മനുഷ്യർക്കിടയിൽ അള്ളാഹു നമ്മെ മാത്രം പ്രത്യേകിച്ച് പരിഗണിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ പ്രത്യേകം ആളുകൾക്ക് അള്ളാഹു പ്രത്യേകിച്ച് കരുണ ചെയ്യുന്നവൻ എന്നുള്ള അള്ളാഹുവിന്റെ മനോഹരമായിട്ടുള്ള ഒരു ഇസ്മാണ്. യാ റഹീമു യാ അല്ലാഹ് 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 യാ റഹീം
رحيم يا الله يا 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 رحيم يا الله കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങൾ ഓരോ ആളുകളും ഓരോരുത്തർക്കും നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ട് റഹ്മാനെ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, അല്ലാഹുവേ, എല്ലാ കാര്യങ്ങളിലും ഖൈറ് നൽകണേ അല്ലാ. കൈമുട്ട് വേദന, കാൽമുട്ട് വേദന, ഊരവേദന, തലവേദന, വയറുവേദന, ഓപ്പറേഷൻ പറഞ്ഞവർ, അങ്ങനെ ഒരുപാട് രോഗങ്ങളുള്ളവരുണ്ട് റഹ്മാനെ. ശിഫാ നൽകണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ. പഠിച്ചവനെ, മക്കളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, ഹംദ് നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. മക്കളെ നീ ഇഷ്ടപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പഠിച്ചവനെ, കടങ്ങളുള്ളവരുണ്ട്, നല്ല ജോലി നൽകണേ അല്ലാ. കൊടുത്തു വിട്ടാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അള്ളാഹുവിൻ്റെ മനോഹരമായ എല്ലാ പാപങ്ങളും പുറത്തു തരുന്ന, ഏത് കാര്യങ്ങൾക്കും മാപ്പ് നൽകുന്ന അള്ളാഹുവിൻ്റെ അതിമഹത്തായിട്ടുള്ള ഒരു ഇസ്മാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. യാ ഗഫാറു യാ അല്ലാഹ് 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 യാ ഗഫാറു യാ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ അല്ലാ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകല കുറ്റങ്ങൾക്കും മാപ്പ് നൽകണേ അല്ലാ. സകല ദോഷങ്ങൾക്കും മാപ്പ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് എല്ലാം നൽകുന്നവൻ അള്ളാഹുവാണെന്ന അള്ളാഹുവിൻ്റെ ഇസ്മാണ്. എല്ലാ കാര്യങ്ങളും, ആരോഗ്യവും അതുപോലെ തന്നെ മക്കളും കുടുംബവും അതുപോലെ വീടും, നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യങ്ങളും നൽകുന്ന സർവ്വദാതാവായ അള്ളാഹുവിൻ്റെ നാമമാണ്. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ, നമുക്കില്ലാത്ത കാര്യങ്ങളൊക്കെ അള്ളാഹു നൽകട്ടെ. നമുക്ക് കുറവുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു പരിഹരിച്ചു തരട്ടെ. يا رزاق يا الله 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 يا رزاق يا الله. അതിമഹത്തായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ മുമ്പിൽ മലർത്തിയിരിക്കുന്ന ഞങ്ങളുടെ കരങ്ങളെ തട്ടിക്കളയല്ല അല്ലാ. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് എന്തൊക്കെ കുറവുകളാണോ ഉള്ളത് അത് നിറവേറ്റി തരണേ അല്ലാ. പടച്ചവനെ, ആരോഗ്യത്തിലാണെങ്കിൽ അങ്ങനെ, സമ്പത്തിലാണെങ്കിൽ അങ്ങനെ, മക്കളിലാണെങ്കിൽ അങ്ങനെ, എന്താണോ കുറവുള്ളത് അത് ഞങ്ങൾക്കറിയില്ല അല്ലാ. ഞങ്ങൾക്ക് സന്തോഷത്തിന് വേണ്ടി എന്താണോ വേണ്ടത് അത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, സ്വീകരിക്കട്ടെ അള്ളാഹു, നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ. എല്ലാവരും അവരുടെ മുറാദുകളൊക്കെ മനസ്സിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് നമ്മുടെ ദുആക്ക് ആമീൻ പറയുക. അള്ളാഹു കബൂലാക്കട്ടെ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا سيدا الله, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ, സ്വലാത്തുകൾ, ഖുർആൻ കബൂലാക്കണേ അല്ലാ. പരിശുദ്ധമായ മുഹറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ചോരയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്
ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. സ്വപ്നങ്ങൾ നിറവേറ്റി തരണേ അല്ലാ. ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ചു തരണേ അല്ലാ. പടച്ചവനെ, പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാ. ആപത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് ആഗ്രഹങ്ങളുടെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. വീടിന് സ്ഥലമില്ലാത്തവർ, വീട് പണി നടക്കുന്നവർ, മക്കള് നന്നാവാൻ, മക്കളുടെ കല്യാണം, ഹജ്ജും ഉംറയും, അതുപോലെ ഒരുപാട് സ്വപ്നങ്ങൾ ഞങ്ങൾക്കുണ്ട്. നിറവേറ്റി തരണേ അല്ലാ. കുടുംബജീവിതത്തിൽ സ്നേഹവും സാഹോദര്യവും നൽകണേ അല്ലാ. മാതാപിതാക്കള്, മക്കള്, മരുമക്കള്, അതുപോലെ അയൽവാസികൾ, ഇങ്ങനെ എന്തൊക്കെ ബന്ധങ്ങളുണ്ടോ ആ ബന്ധങ്ങളൊക്കെ ഊട്ടി ഉറപ്പിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, വലിയ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ഒരുപാട് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്, പ്രയാസപ്പെടുന്നവരാണ്. വേദനകൾക്കൊക്കെ ശമനം നൽകണേ അല്ലാ. ശിഫാ നൽകണേ അല്ലാ. ക്യാൻസറിൽ നിന്ന്, അറ്റാക്കിൽ നിന്ന്, ട്യൂമറിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, പേരറിയുന്ന പേരറിയാത്ത ഒരുപാട് നൂറുകണക്കിന് രോഗങ്ങൾ കൊണ്ട് വേദനിക്കുന്നവരാണ്. ശിഫാ നൽകണേ അല്ലാ. മരിക്കുന്ന അവസാനത്തെ സക്കറാത്തിന്റെ സമയം വരെ ഒരാളെയും കഷ്ടപ്പെടുത്താതെ ആരോഗ്യത്തോടെ ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് കടങ്ങളുണ്ട്, കൊടുത്തു വീട്ടാനുള്ള സമ്പത്ത് നൽകണേ അല്ലാ. കടക്കാരായി മരിപ്പിക്കല്ല അല്ലാ. കടക്കാരനായി ഞങ്ങളുടെ ജനാസ ഖബറിൽ വെക്കല്ല അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് കിട്ടാനുള്ള കടങ്ങളൊക്കെ തരാൻ മറ്റുള്ളവർക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മനസ്സ് നൽകണേ അല്ലാ. നല്ല ജോലികൾ നൽകണേ അല്ലാ. ഞങ്ങളുടെ വരുമാനത്തിൽ, സമ്പത്തിൽ, മക്കളിൽ, കുടുംബത്തിൽ, ആരോഗ്യത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, നീ റഹ്മാനാണ്, റഹീമാണ്, റസാഖാണ്. ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാ. നിന്നോട് ചോദിക്കുകയല്ലാതെ, നിനക്കല്ലാതെ മറ്റൊരാൾക്കും ഞങ്ങളെ സഹായിക്കാൻ കഴിയില്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് നൽകണേ അല്ലാ, നൽകണേ അല്ലാ, നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, ഭർത്താക്കന്മാർ, ഭാര്യമാർ, സഹോദരങ്ങൾ, മക്കള്, കുടുംബങ്ങൾ, അയൽവാസികൾ, ഞങ്ങളെ സ്നേഹിച്ചിരുന്നവർ, പ്രിയപ്പെട്ടവർ, അവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗപൂങ്കാവനമാക്കണേ അല്ലാ. സ്വർഗ്ഗപൂങ്കാവനമാക്കണേ അല്ലാ. നാളെ ഞങ്ങളും ഖബറിലാണ്. റാഹത്തുള്ള മരണം നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ബർസഖിയായ ജീവിതം വിജയത്തിലാക്കണേ അല്ലാ. ഖബറിലെ ചോദ്യങ്ങൾക്ക് നല്ല രൂപത്തിൽ മറുപടി പറയാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ഖബറിൽ ഞങ്ങളെ പരാജയപ്പെടുത്തല്ല അല്ലാ. ഖബർ ശിക്ഷയിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന്, ഒറ്റപ്പെടലിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ഖിയാമത്ത് നാൾ വരെ സ്വർഗം കൊണ്ട് ഖബറിൽ കിടക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, പാരത്രിക ലോക വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അർശിന്റെ തണല് നൽകണേ അല്ലാ. ഹൗദുൽ കൗസർ നൽകണേ അല്ലാ. ഹിസാബ് എളുപ്പമാക്കണേ അല്ലാ. നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾക്കും, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ എല്ലാവർക്കും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി സന്തോഷിക്കാൻ, ഹബീബായ മുത്തുനബിയുടെ ചാരത്ത് ചേരാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. റൗള കാണാൻ, മദീന കാണാൻ, ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. മഹാന്മാരെ സ്നേഹിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന, മുത്തുനബിയെ സ്നേഹിക്കുന്ന, അമ്പിയാക്കളെ സ്നേഹിക്കുന്ന, ഔലിയാക്കളെ സ്നേഹിക്കുന്ന, ദിക്റുകളെയും മജ്ലിസുകളെയും സ്നേഹിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അടച്ചവനെ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. സഹോദരിമാർ, ഉമ്മമാർ, സഹോദരന്മാർ, ഉപ്പമാർ. റഹ്മാനേ, എല്ലാവർക്കും ഖൈർ നൽകണേ അല്ലാ. ഖൈർ നൽകണേ അല്ലാ. എല്ലാവരുടെയും മുറാദുകൾ ഹസ്ലാക്കി തരണേ അല്ലാ. അടച്ചവനെ, ഞങ്ങളുടെ മജ്ലിസിനെ വളർത്തണേ അല്ലാ. ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന വലിയ ഒരു മജ്ലിസാക്കി തരണേ അല്ലാ. അതിനു വേണ്ടി ഞങ്ങളുടെ കൂടെ നീ ഉണ്ടാകണേ അല്ലാ. നിന്റെ സഹായം ഉണ്ടാകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അറിഞ്ഞ്, ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിന്റെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്ന ആ നിമിഷം വരെ നാവ് ദിക്റിലായി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.